വയനാട്ടിൽ വീണ്ടും കടുവയുടെ ആക്രമണം. പുൽപ്പള്ളി സീതാമൗണ്ട് ഐശ്വര്യ കവലയിലാണ് കടുവ ഇറങ്ങിയത്. 2 പശുക്കളെ കടുവ ആക്രമിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. കമൽ ചേരുന്നുണ്ട്. കമൽ, ഈ മേഖലയുടെ പ്രത്യേകത, മുൻപും ഇവിടെ കടുവയുടെ സാന്നിധ്യം ഉള്ള പ്രദേശമാണോ? ഇപ്പോൾ ആക്രമണം എന്തൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? പിന്നീട് വനംവകുപ്പ് നടത്തിയ പരിശോധന. പ്രജീഷ്, ഇത് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. ഒരു ചെറിയ തോട് പോലെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആ തോടിന് മറുവശം ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ആണ്. അവിടെ നിന്നാണ് കടുവ ഇത്തരത്തിൽ ഇറങ്ങി വന്നത്. ഈ പശുക്കിടാങ്ങളെ കൃഷിയിടത്തിൽ മേയ്ക്കുന്നതിനിടെ ഈ പുഴയിൽ വെള്ളം കുടി ഇറങ്ങിയതായിരുന്നു ഈ പശുക്കിടാങ്ങൾ. ആ സമയത്ത് വനത്തിൽ നിന്ന് ഇറങ്ങി വന്ന കടുവ ആക്രമിച്ചു എന്നാണ് ഈ പശുക്കളുടെ ഉടമസ്ഥനായ കലപ്പുരയിൽ ജോസഫ് പറയുന്നത്. ഒറ്റവെച്ചതിനെ തുടർന്ന് കടുവ പശുക്കളെ ഉപേക്ഷിച്ച് വനത്തിലേക്ക് തന്നെ ഓടിമറയുകയായിരുന്നു. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് പരിശോധന നടത്തുന്നുണ്ട്. ഇവിടെ മുൻപും ഇത്തരത്തിൽ ഈ ബന്ദിപ്പൂർ വനമേഖലയിൽ നിന്ന് കടുവ ഇറങ്ങുന്ന സ്ഥലമാണ്. പക്ഷേ ഇത് പട്ടാപ്പകൽ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായതോടെ കർഷകർ ആകെ ഭയത്തിലാണ്. പ്രജീഷ്, അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം വരുന്നുണ്ട്, അതുകൂടി കേൾക്കാം. ഞാൻ ഉണ്ടായിരുന്നു, സ്പോട്ടിലുണ്ടായിരുന്നു. ഞാൻ അഴിച്ച് വെള്ളം കൊടുക്കാൻ വേണ്ടി ഇറക്കി വിട്ടേച്ചിട്ട് ഞാൻ വേറെ കുഞ്ഞിഗ്രാവ് ഉണ്ടായിരുന്നു, അതിനെ കൂട്ടാൻ വേണ്ടി ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് അടിക്കുന്നു. ആദ്യ വർഷത്തെ പിടിച്ചപ്പോൾ നമ്മൾ വലിയ ഒച്ച എടുത്തപ്പോഴത്തേക്ക് അതിനെ ഇട്ടേച്ചിട്ടും പറ്റും അടുത്ത് നിന്നതിന് പിടിച്ചു. ഒരു കടുവ, വലിയ കടുവയാണ്.